20ഓളം കേന്ദ്രമന്ത്രിമാരെ വകുപ്പുകൾ മാറ്റാൻ സാധ്യതയുണ്ട്. അതായത് കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ട് മാതൃഭൂമി ഓൺലൈനിൽ ഞാനൊരു വാർത്ത കാണുകയുണ്ട്. ആ വാർത്തയിൽ ഇങ്ങനെയാണ് പറയുന്നത്: DMK-യിൽ നിന്നുള്ള മന്ത്രിമാരെ കൂടി ഇതിൽ നിയമിച്ചേക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ തെറ്റ് കാണാനും പറ്റില്ല. കാരണം 20ഓളം മന്ത്രിമാരെ മാറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തില് DMK ഇപ്പോ BJP-യോടൊരു അനുനയിക്കുന്ന രീതിയിലുള്ള, അതായത് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് സമീപനം എടുത്തിട്ടുള്ളത് എന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. DMK ആണ്, ഓപ്പോസിറ്റ് BJP ആണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു നീക്കം നടക്കുമോ? നടന്നുകൂടായൊന്നുമില്ല, നടക്കാനൊക്കെയുള്ള ചെറിയ സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിജീവനത്തിന്റെ കലയാണ്. അതിജീവനം എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യുക എന്നുള്ളത് രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ രണ്ടുപേർക്കും അത് ആവശ്യമുണ്ട്. BJPക്കും ആവശ്യമുണ്ട്, NDAക്കും ആവശ്യമുണ്ട്, DMKക്കും ഒരു ആവശ്യമുണ്ട്. പക്ഷെ ഇത് രണ്ടുപേരെയും ഏത് തരത്തിലേക്ക് നയിക്കും എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഇപ്പോ രാഷ്ട്രീയപരമായി ഒരു കാലത്തും യോജിക്കാൻ പറ്റാത്തവരാണ് ദ്രാവിഡ കക്ഷികളും ഇവരും, ഈ BJPയുടെ ദേശീയതയും ദ്രാവിഡ ദേശീയതയും തമ്മിൽ ഒരു കാലത്തും യോജിക്കില്ല. എല്ലാ കാലത്തും സനാതന ധർമ്മം എന്ന് പറയുന്നതിനെതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ളവരാണ് DMK-ക്കാർ. വലിയ സംവാദങ്ങളും വിവാദങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. സ്റ്റാലിൻ പറഞ്ഞതുവരെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് തിയററ്റിക്കലി, താത്വികമായി ഇത് സാധ്യമല്ലാന്ന് തോന്നിയേക്കാം. പക്ഷെ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് താത്വികമായി നിലനിൽക്കുന്ന ഒരു കാര്യമേ അല്ല. മാത്രമല്ല, DMK മുമ്പ് NDA മുന്നണിയുടെ ഭാഗമായി ഇരുന്നിട്ടുണ്ട്. BJPയുടെ കൂടെ, വാജ്പേയിയുടെ കാലത്ത് BJPയുടെ കൂടെ ഇരുന്നിട്ടുണ്ട് DMK. നമ്മളില്ലാന്ന് പറയാം, ADMK DMK ഒക്കെ ഇരുന്നുണ്ട്, രണ്ടും ഉണ്ട്. അപ്പോ ഒരു കാരണവശാലും DMK പോവില്ല എന്നിപ്പോ പറയാൻ പറ്റില്ല. DMK-യെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ കോൺഗ്രസും ഇടതുപക്ഷവും കൈവിട്ടു. അവർക്കിനി ഒരു പിടിച്ചു നിൽക്കൽ വേണമെങ്കിൽ പാർലമെന്റിലോ കേന്ദ്രത്തിലോ ഭരണമോ എന്തെങ്കിലും വേണം. അപ്പൊ 3-4 മന്ത്രിമാരെ കിട്ടിയാൽ മോശമൊന്നാവില്ല. അപ്പൊ അവർക്ക് കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് അവിടെ ഒന്ന് വിലസാം, അധികാരം കൈയാളാം, അതൊക്കെ ചെയ്യാം. അധികാരമില്ലാതെ ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ സർ, നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ആശയങ്ങളുണ്ടല്ലോ, ഈ ആശയങ്ങൾ നേരെ മറുകണ്ഠം ചാടി അപ്പുറത്ത് പോകുമ്പോ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതുണ്ട്. അല്ല, ഫേസ് ചെയ്യാനൊന്നുമില്ല. ആശയങ്ങൾ നമ്മളപ്പോ അതിനനുസരിച്ച് മാറ്റും. ഞങ്ങളുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു, അവരുടെ ആശയത്തിൽ, പക്ഷെ ഞങ്ങൾ ഐക്യത്തിലാണ്. അതിന് കാരണം എന്നൊക്കെ പറയും. അതുകൊട്ടെ, ഞാൻ പറഞ്ഞ അധികാര രാഷ്ട്രീയം വരുമ്പോ ആശയ രാഷ്ട്രീയം അടിത്തട്ടിലേക്ക് പോകും. അങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ജനാധിപത്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രത്യേകതകൾ. അത് വെക്കട്ടെ, പ്രശ്നം അതല്ല. BJPക്ക് ഇത് ആവശ്യമുണ്ട് ഇപ്പോ. കാരണം 20 കൂടുതൽ MP-മാരുണ്ട് DMK. 20 ലോക്സഭാ മെമ്പർമാർ തങ്ങളുടെ ഭാഗത്തേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല. മാത്രമല്ല, അവർക്ക് വേറൊരു കാര്യമുണ്ട്. 8 രാജ്യസഭാ മെമ്പർമാരുണ്ട്. അത് ഇതിനേക്കാൾ പ്രധാനമാണ്. ഇപ്പൊ ഭരണഘടനാ ഭേദഗതികൾ വരുന്നു. പ്രത്യേകിച്ചും മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് 840 മണ്ഡലങ്ങളാക്കുന്നു തുടങ്ങിയ കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആക്കുമ്പോൾ അതിന് പൊതുവെ ബാക്കി പ്രതിപക്ഷം എതിരെയാണ്. അതിന് DMK എതിരായിരുന്നു. DMK അതിനെതിരായി വോട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പോ അഭിപ്രായമല്ലേ മാറ്റാൻ പറ്റുള്ളൂ. നട്ടലും കാലും ഒന്നും മാറാൻ പറ്റില്ലല്ലോ. അപ്പൊ അഭിപ്രായം മാറാം. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് എന്തോ ചില ഭേദഗതികളോടെ അതിന് DMK അംഗീകരിക്കുന്നു. ആ ഭേദഗതി ഇതേ ഉള്ളൂ, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരാന്ന് പറയലുള്ളൂ. അതായിരിക്കും ഭേദഗതി. കാരണം അങ്ങനെ വരുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായ ഒരു ഇക്വേഷൻ അവിടെ വരും. അവർക്ക് അവരുടെ അജണ്ട മുമ്പോട്ട് കൊണ്ട്. മാത്രമല്ല, അവരുടെ ഗ്രാഫ് ഏറ്റവും താഴ്ന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് പൊളിറ്റിക്കൽ, എല്ലാ അർത്ഥത്തിലും. അതിപ്പോ അയോധ്യ ആണെങ്കിലും, നീറ്റ് ആണെങ്കിലും, മോഡിയെ വരാത്തതാണെങ്കിലും ഒക്കെ തന്നെ വളരെ താഴ്ന്നിരിക്കുക. അപ്പൊ അവർക്കൊരു ബൂസ്റ്റ്, രാവിലെ ഒരു ബൂസ്റ്റ് കുടിക്കാൻ, അതിനുവേണ്ടി DMK നമുക്ക് ഉപയോഗിക്കാം എന്ന് വേണമെങ്കിൽ അവർ കണക്കാക്കിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാ അർത്ഥത്തിലും DMKക്ക് ഒരു സഹായം വേണം, NDAക്ക് ഒരു സഹായം വേണം. പരസ്പര സഹായ സംഘമായി നിന്നേക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പാർലമെന്റിലും ഒക്കെ ഒരു ബില്ല് പാസ്സാക്കി എടുക്കാൻ വേണ്ടുന്ന ഭൂരിപക്ഷം ഇല്ലാതെ ചുറ്റിപ്പോയ സാഹചര്യങ്ങളുണ്ട്. അപ്പോ ഇപ്പോ അത് നിലവിൽ അത് നികത്തപ്പെടുന്ന സാഹചര്യത്തിൽ 3-2 ഭൂരിപക്ഷം വേണം. 3-2 ഭൂരിപക്ഷം ഇപ്പോഴും ആവില്ല ഒക്കെയാണെങ്കിൽ. പക്ഷെ എങ്കിൽ പോലും അതിനോട് അടുത്തടുത്ത് വരാൻ പറ്റും. 360 സീറ്റിന് അടുത്ത് വേണം 3-2 ഭൂരിപക്ഷം. 360 സീറ്റിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. 300 ആയിട്ടുള്ളൂ. പിന്നെ അതും ഇതൊക്കെ തൃണമൂൽ കോൺഗ്രസ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൂട്ടിയ ആളുകളെ വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. അപ്പോ അതിൽ തന്നെ ഇപ്പൊ BJP ദുർബലമാണെന്ന് പറഞ്ഞാൽ
ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ കൂടെ നിൽക്കുന്ന പലരും തന്നെ കാലുമാറും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുണ്ട്. ചന്ദ്രബാബു നായിഡുവിനെ പോലുള്ളവരൊക്കെ ഇവരെ കൊണ്ട് കൂടെ നിന്നിട്ട് കാര്യമില്ല, അപ്പുറത്തേക്ക് നല്ലത്. പക്ഷെ 2029 അടുത്തേ മാറുള്ളൂ, ഇപ്പൊ മാറില്ല. കാരണം ഇപ്പൊ ഭരണമുണ്ടല്ലോ. ആന്ധ്രയിൽ അവർക്ക് ഭരണം ഇല്ലാതെ. അപ്പൊ തീർച്ചയായിട്ടും ആന്ധ്രയിലെ ഭരണം അവർക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ഭരണവും രണ്ടും കൂടി കൊണ്ടുപോകാന്നുള്ള ഒരു സംഗതി. അപ്പൊ ചന്ദ്രബാബു നായിഡു ഒക്കെ ഇപ്പൊ നിൽക്കും, അത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നറിയില്ല. അപ്പോ ഇവിടെ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞ ആശയപരമാണ്. വേറെ അഡ്വാൻറ്റേജ് ഇതിൽ വരാൻ പോണത് വിജയനാണ്. കാരണം NDAയുമായിട്ടും സംഘപരിവാറുമായിട്ടും ചേരാൻ തീരുമാനിച്ചാൽ വിജയന്റെ ആശയപരമായ ദൃഢതയ്ക്ക് കുറച്ചുകൂടി നല്ലതാണ്. വിജയന് പറയാലോ, ഞങ്ങളാണ് സനാതന ധർമ്മത്തിനെതിരായി നിൽക്കുന്നവർ, ഇവരിപ്പോ അവരുടെ കൂടെ പോയി. ആ വോട്ടും കൂടി വിജയ്ക്ക് വരാനുള്ള ആ ഒരു പൊളിറ്റിക്കൽ സാധ്യത വിജയ്ക്കുണ്ട്. മാത്രമല്ല അയാൾ ഭരണം നന്നായി പോകണ അയാൾക്ക് ജനങ്ങൾ പിന്തുണ കൊടുക്കും. ഒരു ജൂനിയർ MGR പോലെയാണ് അയാൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജൂനിയർ MGR എന്നുള്ള അർത്ഥത്തിൽ ഇയാൾക്ക് വേണമെങ്കിൽ ജനപ്രിയമായി ആളുകളെ കണ്ണിൽ പൊടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നല്ലത് ചെയ്തിട്ടാവാം മുമ്പോട്ട് വരാം. അങ്ങനെ വന്നാൽ ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം ADMK എന്ത് ചെയ്യുന്നുള്ള ഈ ഘട്ടത്തിൽ. അവിടെ ADMK ഉണ്ട്, അതിൽ നല്ലൊരു പങ്ക് ഓൾറെഡി വിജയുടെ കൂടെ പോയി. ബാക്കി ADMK ഉണ്ട്, അവർക്ക് ഇപ്പോഴും MLA-മാരുണ്ട്. DMKയുടെ ഒപ്പം MLA-മാർ ADMK-ക്കും ഉണ്ട്. ആ MLA-മാരെന്ത് ചെയ്യും? ആ MLA-മാരെ അങ്ങോട്ട് പോകും. DMK അപ്പുറത്ത് പോകുന്നതോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അലൈൻ ചെയ്യാനുള്ള ഏകശേഷി TVK ആയിട്ടാണ്. ത്രികോണ മത്സരം ഒഴിവാകും. അപ്പൊ TVK ആയിട്ട് ഇപ്പോഴുള്ള ADMK-കാരും കൂടി വന്നാൽ TVK ശക്തിപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട് അവിടെ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. TVK വലിയ തോതിൽ ശക്തിപ്പെടാനുള്ള സാധ്യത DMK പോകുന്നതോടുകൂടിയിട്ട്. ADMK ഓർഗനൈസേഷനിലായിട്ടും വളരെ വീക്കാണ്. ആശയപരമായി നേതൃപരമായി ആളൊന്നുമില്ല, അവർക്ക് കുറെ ആൾക്കൂട്ടുകളും, അതും പോയി. അപ്പോൾ വീണ്ടും NDA DMK സഖ്യവും വിജയ് കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യവും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായി തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും മാറാം. അങ്ങനെ ഒരു സാധ്യതയും ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഫ്യൂച്ചറിൽ. പക്ഷെ BJP സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളത് അവരുടെ തൽക്കാല പ്രശ്നമായതുകൊണ്ട് അവരെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും. 3-4 ക്യാബിനറ്റ് മന്ത്രി കൊടുത്താലും അവര് അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോഴും ഒരു ആശയപരമായിട്ടുള്ള എനിക്ക് വീണ്ടും വീണ്ടും സംശയം നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം DMK അങ്ങനെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഉദയനിധി സ്റ്റാലിനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് BJPക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റുന്നല്ല. BJP തന്നെ അതിനെതിരെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ സാർ ഇപ്പൊ പറഞ്ഞ പോലെ വിജയ്ക്ക് ഗുണം ചെയ്യും എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ അതും കൂടി കണക്കിലെടുത്തു കഴിഞ്ഞ് ഇവരിങ്ങനെ പോകാനുള്ള സാധ്യത. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ അടുത്ത 5 കൊല്ലത്തേക്ക് സർവൈവ് ചെയ്യണ്ടേ DMKക്ക്. അടുത്ത 5 കൊല്ലം DMK എങ്ങനെ സർവൈവ് ചെയ്യും? വലിയ പരാജയമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്, വലിയ തോതിൽ. മാത്രമല്ല ചെന്നൈ നഗരത്തിൽ ഇതുവരെ DMK സാധാരണ തോൽക്കാറില്ല. ചെന്നൈ നഗരത്തിൽ പോലും വലിയ പരാജയമാണ് DMKക്ക് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ DMKക്ക് അടുത്ത 5 വർഷം പിടിച്ചു നിൽക്കണമെങ്കിൽ അധികാരത്തിന്റെ ഏതെങ്കിലും ഒരു പങ്ക് വേണം. ആശയമൊക്കെ പിന്നത്തെ കാര്യമാണ്, ആമാശയം ആദ്യമല്ലേ, ആശയത്തിനേക്കാൾ മീതയല്ലേ ആമാശയം. അപ്പൊ അവര് ഇപ്പൊ ഒരു ഇതിന് പോവാം. ഇനി നാളെ വേറൊരു സാഹചര്യം വരികയാണെങ്കിൽ DMK വിട്ട് അല്ലെ BJP വിട്ട് ഇപ്പുറത്തേക്ക് വരാൻ DMKക്ക്. രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളും ഒന്നും ഇല്ലല്ലോ. തൽക്കാലം പിടിച്ചു നിൽക്കാൻ കേന്ദ്രത്തിന്റെ അധികാര കവചം DMK ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ആശയപരമായി ഇനിയിപ്പോ ആശയം ചർച്ച ചെയ്യപ്പെടുന്ന എപ്പോഴാണ്? 2029. അതിനകത്ത് 3 വർഷത്തെ സമയമുണ്ട്. നമുക്ക് എന്തെല്ലാം തീരുമാനിക്കാം. ആ 3 വർഷം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഉണ്ട്, പണവും എല്ലാ സംഗതികളും ഉണ്ടല്ലോ അധികാരവുമായി ബന്ധപ്പെട്ട്. അത് മാത്രം മതി, മറ്റതൊക്കെ പിന്നുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരൊക്കെ തന്നെ BJPയുടെ കൂടെ നിന്നിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ വലിയ ആശയപരമായ വർത്തമാനമൊക്കെ പറയുന്നവർ തന്നെ BJPയുടെ കൂടെ നിന്നിട്ടുള്ളവരാണ് ഒരു കാലത്ത്. ഉദയനിധി സ്റ്റാലിന്റെ മുത്തച്ഛൻ കരുണാനിധിയും മറ്റേ അദ്ദേഹത്തിന്റെ അച്ഛനും സ്റ്റാലിനും ഇതുപോലെ നിന്നിട്ടുള്ള ആളുകളാ, BJPയായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാ ഒരു ഘട്ടത്തിൽ. അപ്പൊ അതൊന്നും ആളുകൾക്ക് അത്ര വലിയൊരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല.